അണക്കര ഗവൺമെന്റ് സ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച പുതിയ കെട്ടിടം 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. മഴയത്ത് ചോർന്നൊലിക്കുന്ന 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ഓഫീസും സ്റ്റാഫ് റൂമും അടക്കം പ്രവർത്തിക്കുന്നത്. ഫണ്ട് തീർന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടി മാസങ്ങളായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. അധികൃതരുടെ അലംഭാവം കൊണ്ട് മാത്രമുണ്ടാകുന്ന ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഭരണവർഗമോ ഉദ്യോഗസ്ഥവർഗമോ തയ്യാറല്ല എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രധാന കെട്ടിടം കാലപ്പഴക്കത്താൽ പ്രവർത്തനക്ഷമമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2021 പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തുടക്കത്തിൽ ഒറ്റനില കെട്ടിടത്തിനായി 98 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും പിന്നീട് ഇത് 2 നിലയാക്കി നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒച്ചിഴയുന്ന വേഗത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 4 വർഷത്തോളം എടുത്താണ് 90% നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിനുശേഷം ഫണ്ട് തീർന്നതായും തുടർന്നുള്ള പണികൾ പൂർത്തീകരിക്കുന്നതിന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചെങ്കിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ എന്നും അറിയിച്ച് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. അടിയന്തരമായി പഴയ കെട്ടിടത്തിൽ നിന്ന് ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉള്ളതിനാൽ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞു വീണാൽ ഇതിനകത്ത് ഒരുപാട് ക്ലാസ് മുറികളുണ്ട്. അതൊക്കെ പിള്ളേർക്കൊക്കെ അപകടമാകാനുള്ള സാധ്യതയുണ്ട്. തന്നെ ഓഫീസുകളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നു, ഈ ബിൽഡിങ്ങിനകത്താണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇവിടുന്ന് ഇത് മാറി പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ഫണ്ടിനെന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാനത്. അപ്പോൾ ഫണ്ടിന് പ്രശ്നമുള്ളവർക്ക് സർക്കാർ പരിഹരിക്കണം. അതിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ ആലോചിക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കെട്ടിടം കോൺക്രീറ്റ് അടക്കം ഇളകി വീണ് മഴയത്ത് ചോർന്നൊലിച്ച് അപകടാവസ്ഥയിലാണ്. അപകടാവസ്ഥ കണക്കിലെടുത്ത് ക്ലാസ് റൂമുകൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഓണം അവധിക്ക് ശേഷം പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PTA പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല അറിയിച്ചു. ഇവിടുന്ന് തന്നെ പരാതി പോയതുകൊണ്ട് ബിൽഡിംഗ് പണിയുന്ന സ്ഥലം അത്ര സുരക്ഷിതമല്ലെന്ന് പറയുകയും അങ്ങനെ ബിൽഡിംഗ് എസ്റ്റിമേറ്റ് മാറ്റം വരുത്തുകയും കൂടുതൽ കല്ലൊക്കെ അടുക്കി പുതിയ സംവിധാനത്തിൽ കുറച്ച് സ്ട്രോങ് ആക്കി തന്നെ ബിൽഡിംഗ് പണിയുകയും ചെയ്തുകൊണ്ട് കുറച്ച് എസ്റ്റിമേറ്റിനകത്ത് മാറ്റം ഉണ്ടായി. അങ്ങനെ പണി പൂർത്തീകരിക്കാൻ കുറച്ച് ഏകദേശം 1-2 വർഷത്തോളം താമസം വന്നു തുടങ്ങാൻ. അതിനുശേഷം പണി പൂർത്തീകരിച്ച് വരുന്നു. ഇനിയിപ്പോൾ കംപ്ലീഷന് വേണ്ടി ഒരു 10-15 ലക്ഷം രൂപ വേണം. പുതിയ റിവേഴ്സ് എസ്റ്റിമേറ്റ് അനുസരിച്ച് അത് ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു 1.5 മാസത്തിനകം പൂർത്തിയായിരിക്കുമെന്നാണ് കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. ഓണം കഴിഞ്ഞ് വരുമ്പോൾ ക്ലാസ് തുറക്കും. ഓഫീസ്, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്റ്റാഫ് റൂം എന്നിവ ഉൾപ്പെടെ ഇപ്പോഴും ഈ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ തകർന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ രക്ഷകർത്താക്കളും ഏറെ ഭീതിയിലാണ്. എത്രയും വേഗം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് സ്കൂളിന്റെ പ്രവർത്തനം അവിടേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, അണക്കര.